ഹലോ ഫ്രണ്ട്സ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കോണ്ടസ ഇന്ത്യൻ കരുത്ത് എന്നറിയപ്പെടുന്ന ഒരേ ഒരു ഇന്ത്യൻ കാർ. 1984 ഇവന്റെ വരവ്. ബിർള തുടങ്ങി വെച്ച ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിലായിരുന്നു ഇവന്റെ ജനനം. അന്നത്തെ BMW, ഓഡിയും ബെൻസും എല്ലാം ഇവനായിരുന്നു. ബ്രിട്ടൻ ബേസ്ഡ് മോറിസ് മോട്ടോഴ്സിന്റെ സഹകരണത്തോടെ അംബാസഡറിന്റെ വരവും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ നിന്നായിരുന്നു. ആദ്യത്തെ വണ്ടിയായ ഹിന്ദുസ്ഥാൻ 10, ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ, പിന്നെ ഹിന്ദുസ്ഥാൻ അംബാസഡർ എല്ലാം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ പണിപ്പുരയിൽ നിന്ന് തന്നെയാണ്. കോണ്ടസ എന്ന കാർ 1970 നിർത്തിയ ബ്രിട്ടൻ ബേസ്ഡായ ഓക്സ്വാൾ വിക്ടർ എന്ന് പറഞ്ഞൊരു കാറിന്റെ സാങ്കേതിക വിദ്യകൾ വാങ്ങിക്കൊണ്ടായിരുന്നു 1984 ഇന്ത്യൻ നിരത്തുകളിൽ കോണ്ടസയെ അവതരിപ്പിച്ചത്. അന്നേ കുറച്ച് ഔട്ട്ഡേറ്റഡ് ഡിസൈനായിട്ടായിരുന്നു ആശാന്റെ വരവ്. നിർഭാഗ്യവശാൽ ആ സമയം തന്നെയായിരുന്നു മാരുതി 800 കടന്നു വരവ്. എന്നിരുന്നാലും പ്രീമിയം സെഗ്മെന്റ് സെക്ഷനിൽ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കോണ്ടസ മുന്നോട്ട് പോയി. ഒരു പുതിയ എഞ്ചിൻ കോണ്ടസിൽ പരീക്ഷിക്കാതെ HMന്റെ തന്നെ കയ്യിലുള്ള 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് യൂസ് ചെയ്തത്. ഓക്സ്വാൾ വിക്ടറിന്റെ എഞ്ചിനൊക്കെ ആണെങ്കിൽ എല്ലാം 2 ലിറ്റർ 3 ലിറ്റർ പവർ ഉള്ളതാണ്. അപ്പോൾ ശരിക്കും 1.5 ലിറ്റർ വെച്ചപ്പോഴേക്കും ശരിക്കും കോണ്ടസ എന്ന് പറഞ്ഞ വണ്ടി അണ്ടർ പവർ ആയിപ്പോയി. അത് ഏറെക്കുറെ കോണ്ടസയുടെ സെയിൽസിനെ ബാധിക്കുകയും ചെയ്യും. എഞ്ചിൻ മാത്രമല്ല, അംബാസഡറിന്റെ ഗിയർ ബോക്സും മാത്രമല്ല റിയൽ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞ സിസ്റ്റവും കോണ്ടസയിലുണ്ടായിരുന്നു. അത് തന്നെ കോണ്ടസയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെയധികം ഉയർത്തി. അതോടൊപ്പം സെയിൽസും കുറഞ്ഞു. ഇത് മറികടക്കാൻ 80കളിൽ തന്നെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ജപ്പാൻ കമ്പനിയായ ഇസുസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനും 2 ലിറ്റർ ഡീസൽ എഞ്ചിനും അവർ ഇറക്കി. അതിനോടൊപ്പം തന്നെ കോണ്ടസയ്ക്ക് അത്യാവശ്യം ഫേസ് ലിഫ്റ്റും AC-യും പവർ സ്റ്റിയറിംഗും ഒക്കെ ഉൾപ്പെടുത്തി കോണ്ടസ ക്ലാസിക് എന്നൊരു എഡിഷൻ തന്നെ 90ൽ അവർ അവതരിപ്പിച്ചു. ആ ഒരു അപ്ഡേഷന് വളരെ വലിയ ജനസ്വീകാര്യതയാണ് ലഭിച്ചത്. അതിനുശേഷം കുറച്ചു നാളത്തേക്ക് ഒരു 2002-2000 വരെയൊക്കെ സത്യത്തിൽ കോണ്ടസ ഇന്ത്യൻ നിരത്തുകൾ അടക്കി ഭരിച്ചു. 2002ഓടെ കോണ്ടസ അവരുടെ നിർമ്മാണം നിർത്തി. മറ്റ് കമ്പനികളായ ടാറ്റ, ഹുണ്ടായി, ഏറ്റവും പ്രധാനപ്പെട്ട മാരുതിയുടെ എസ്റ്റീം ഒക്കെ കടന്നുവരവോടുകൂടി കോണ്ടസയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വളരെ കുറഞ്ഞ മൈലേജും മെയിൻ്റനൻസ് കോസ്റ്റും പിന്നെ പാർട്സിന്റെ വിലയും കോണ്ടസയ്ക്ക് വൻ തിരിച്ചടിയായിരുന്നു. അതോടെ ഏകദേശം 18 വർഷത്തെ കോണ്ടസയുടെ യാത്ര അവസാനിച്ചു. ഇപ്പോഴും യൂസ്ഡ് കാറുകളുടെ കൂട്ടത്തിൽ ഒന്ന് തിരക്കിയാൽ അവനെ കിട്ടും. പഴയതിലും കൂടുതൽ പ്രൗഢിയോടെ, തലയെടുപ്പോടെ ഇന്ത്യൻ കരുത്തിനെ. ഒരു വാഹനപ്രേമിയുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും ഇവൻ കൊഴിഞ്ഞു പോയി. അതാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കോണ്ടസ.